നമ്മൾ ഡെയിലി പത്രം എടുത്തു കഴിഞ്ഞാൽ കാണുന്നൊരു സാധനമാണ്. ഇപ്പം ഡെയിലി കാണാം ഏതെങ്കിലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ കൈക്കൂലി കേസിൽ പിടിക്കപ്പെടുന്നത്. ഇപ്പോൾ ന്യൂസ് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ലൈവൊക്കെ പോകുന്ന കാണാം, ഒരു 10-15 മിനിറ്റ്. ഇപ്പം റീസെൻ്റായിട്ട് നമ്മൾ കണ്ടായിരുന്നല്ലോ, ഇപ്പോൾ എറണാകുളത്തെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥയെ പിടിച്ചത്, അതും കാറിലിട്ട് 10-15,000 രൂപയായിട്ടാണ് പിടിച്ചത്. അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ സർക്കാർ ഉദ്യോഗസ്ഥർ അഴിമതി പണത്തിൽ വീണ് പോകുന്നത്? അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോർ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൊടുക്കാൻ ആളുള്ളത് കൊണ്ട് മേടിക്കാൻ ആളുണ്ട്. ഇനി എന്തുകൊണ്ട് ഇവർ മേടിക്കുന്നു എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. അപ്പോൾ ആ ചോദ്യം നമ്മൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ സർക്കാർ ഉദ്യോഗസ്ഥരായി കഴിഞ്ഞാൽ ഇവർക്ക് വർഷത്തിൽ ഒരു 12 വട്ടമാണ് ഇവർക്ക് പേയ്മെൻറ്റ് കിട്ടുന്നത്. അതുപോലെ എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കാനായിട്ട് ഗവൺമെൻറ് സർവീസ് റൂളുകൾ ഇവരെ അനുവദിക്കുന്നുമില്ല. അപ്പം ഇവരെ സംബന്ധിച്ച് ഇപ്പം സാധാരണ നിലയിൽ വരുന്ന ഒരാൾക്കാരാണല്ലോ ഈ LD പരീക്ഷയൊക്കെ എഴുതുന്നത്. ഹൈ ലെവലുള്ളവരെങ്ങനെയെങ്കിലും എന്തെങ്കിലും നല്ല പ്രൊഫഷണൽ കോഴ്സുകൾ പഠിച്ചിട്ട് ആ തരത്തിൽ ജോലിക്ക് വരും. അല്ലെങ്കിൽ ഇന്നത്തെ യുവതലമുറ എന്ത് ചെയ്യും? നേരെ അങ്ങ് UK-ക്കോ കാനഡയ്ക്കോ ജർമ്മനിക്കോ ഒക്കെ അങ്ങ് കയറിപ്പോകും. അപ്പം സാധാരണക്കാർ വരുന്നു. അപ്പോൾ നമ്മുടെ ഒരു സൊസൈറ്റി ഇവർക്ക് കൊടുത്തേക്കുന്നൊരു വിലയുണ്ട്. സർക്കാർ ജോലി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈഫ് സെറ്റിലാവും, അല്ലെങ്കിൽ ആ ഒരു ഇതാണ്. അപ്പോൾ ഇവർ ജോലി മേടിച്ച് കഴിയുമ്പോഴാണ് ഈ റിയാലിറ്റിയിലോട്ട് വരുന്നത്. കാരണം ഈ ശമ്പളം പകുതി അവിടെ ചിലവാകും എന്ന് പറഞ്ഞാൽ, ഓഫീസുകൾ NGO-ക്കാർ വരും, സംഘടനകളുടെ പിരിവുകൾ വരും. പിന്നെ അതുപോലെ തന്നെ അവിടെ തന്നെ ഇപ്പോൾ ഒരു 10-12 പേരുള്ള സ്റ്റാഫാണെങ്കിൽ അവരുടെ വീട്ടിലെന്തെങ്കിലും ആവശ്യം വരുമ്പോൾ അതിൽ പങ്കെടുക്കണം. അപ്പോൾ അതിൽ പൈസ കൊടുക്കണം. അത് സാധാരണ എല്ലാവർക്കും വരുന്ന പോലെ തന്നെ ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥർക്കാകുമ്പം ഈ പിരിവുകൾ കൊടുക്കുന്നത് കുറച്ചുണ്ട്. ഇപ്പം പ്രൈവറ്റ് ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഡെയിലി ഇങ്ങനെ പിരിവുകളൊന്നുമില്ല. ഇവർക്ക് മാസത്തിൽ 2-3 പിരിവുകൾ വരും. പിന്നെ അത് നിർബന്ധിത പിരിവുകളാണ്. അതുപോലെ തന്നെ മിക്ക ആളുകളും ജില്ല മാറിയിട്ടാണ് നിൽക്കുന്നത്. അപ്പം ജില്ല മാറി നിൽക്കുമ്പം അതുപോലെ തന്നെ ഇപ്പം ചില ഓഫീസുകളിൽ ഇപ്പോൾ ഇവർക്ക് ഇഷ്ടംപോലെ, നമ്മൾ വിചാരിക്കുന്ന പോലെ ഇഷ്ടംപോലെ കണക്ഷൻസ് വരും. അതുപോലെ ഇവർക്ക് പവറും ഉണ്ട്. ഓക്കെ, കണക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മിനി സിവിൽ സ്റ്റേഷനിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ കളക്ട്രേറ്റ് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് പല ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടും ഉദ്യോഗസ്ഥരുമായിട്ടും ബന്ധം വരും. അപ്പോൾ ഇവരുടെ ഓരോ വീട്ടിലെ ഫാമിലി ഫംഗ്ഷന് പോണ്ടി വരും. അപ്പോൾ അവിടെ പൈസ നല്ല രീതിയിൽ കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ ഇവർ കല്യാണം കഴിക്കുമ്പം ഇവർ ഓൾറെഡി സർക്കാർ ഉദ്യോഗസ്ഥരാണ്ട് ആ ഒരു ലേബലിലാണ് ഇവരെ ആ കല്യാണം കഴിച്ച് ഇവർക്ക് ആടായി വരുന്ന ബന്ധുക്കൾ അവരെ കാണുന്നത്. അപ്പം അവരെ പരിപാടിക്ക് വിളിക്കുമ്പോഴും പോയേ പറ്റത്തുള്ളൂ. അപ്പം നിരന്തരം ഇവർക്കിങ്ങനെ പൈസ ഇങ്ങനെ കീശയിൽ നിറങ്ങിക്കൊണ്ടിരിക്കും. പിന്നെ അതുപോലെ തന്നെ 90% സർക്കാർ ഉദ്യോഗസ്ഥരും കാണിക്കുന്ന ഒരു മണ്ടത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജോലി കിട്ടി പ്രൊബേഷൻ പീരീഡൊക്കെ ഡിക്ലെയർ ആയി കഴിഞ്ഞ് ലോൺ കിട്ടും എന്നുള്ള, കാരണം ഇവർക്ക് വാരിക്കൊരു ബാങ്ക് ലോൺ കൊടുക്കുമല്ലോ, ലോൺ കിട്ടും എന്നുള്ള ഉറപ്പ് വന്നു കഴിയുമ്പോഴത്തേക്ക് ഇവർ നേരെ ചെന്ന് ഒരു വീടങ്ങ് വയ്ക്കും. അതും ഒരു 25-30-40 ലക്ഷം രൂപ എടുത്തൊരു വീടങ്ങ് വയ്ക്കും. അവിടെ ഇവിടെ ഇരിക്കുന്ന പൈസ എല്ലാം നുള്ളിപ്പറക്കിയിട്ടാണ് ഈ വീട് വയ്ക്കുന്നത്. പിന്നെ ചില ആളുകളാണ് അതിൻ്റെ കൂടെ ആഡ് ചെയ്തൊരു കാർ കൂടി എടുക്കും. അപ്പം ശമ്പളത്തിൻ്റെ സിംഹഭാഗവും ഇതിനകത്ത് ഈ ലോൺ അടയ്ക്കുന്നതിലോട്ട് പോകും. പിന്നെ ഈ വണ്ടിക്കൂലിക്കുള്ള പൈസ, പിന്നെ രാവിലെയും വൈകിട്ടും ചായയും കടിയും കുടിക്കുമ്പോൾ അവിടെ, പിന്നെ അവരുടെ വീട്ടിലേക്ക് ആവശ്യത്തിന് സെൽഫായിട്ടുള്ള ആവശ്യങ്ങൾക്ക്, ഇതെല്ലാം വരുമ്പോഴത്തേക്ക് ഈ പുള്ളിക്കാർക്ക്, കാരണം ഇവർക്ക് കിട്ടുന്ന ശമ്പളം പിന്നെ ഈ അടുത്ത ശമ്പള വർധനയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2 വർഷമോ 3 വർഷമോ കഴിയുമ്പോഴായിരിക്കും അടുത്ത ശമ്പളം വരുന്നത്, അല്ലെങ്കിൽ അടുത്ത ഉയർച്ച വരുമ്പോഴാണ് ഈ ശമ്പളം വരുന്നത്. പക്ഷേ അതുവരെ ഈ ലിമിറ്റഡ് ശമ്പളത്തിനകത്തുനിന്ന് ഇവർക്ക് ഈ പറയുന്ന ലോണുകളും ഈ പറയുന്ന സംഘടനകൾക്ക് ഉള്ള പൈസ കൊടുക്കുമ്പോഴും ഇതൊന്നും വരുമ്പോൾ ഈ വ്യക്തികളെ സംബന്ധിച്ച് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഇതെന്ന് പറയുമ്പോൾ നമ്മളൊരു ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ ഒരു 30-40 പേരുള്ള ഓഫീസിലാണെങ്കിൽ ഇതിൽ ഓരോരുത്തരെ പുതിയ വീട് വയ്ക്കുമ്പോൾ അതിലോട്ട് ഈ ആൾക്കാരെ ക്ഷണിക്കും. അപ്പം ഈ ഒന്നുമില്ലാതിരിക്കുന്ന ആൾക്ക് ഇതിനകത്തൊരു ഫ്രസ്ട്രേഷൻ വരും. അപ്പോൾ ഈ ഫ്രസ്ട്രേഷൻ വരുമ്പം പുള്ളി എന്ത് ചെയ്യും? കാരണം അവരുടെ പാതയിൽ ഓടിയെത്തണ്ടേ, ആ പാതയിൽ ഓടിയെത്താൻ വേണ്ടി പുള്ളി എന്ത് ചെയ്യും? പുള്ളിക്കാരനും ഈ പറയുന്ന പോലെ കൈക്കൂലിയിലോട്ട് കയറും. കാരണം വേറെ മാർഗ്ഗമില്ലല്ലോ ഇവർക്ക്, അല്ലാതെ ഇപ്പം ജോലി ചെയ്യാനുള്ള യാതൊരു അവസരങ്ങളും ഇല്ല, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാനായിട്ടുള്ള ഒരു, കാരണം ആയ സമയത്ത് ഇരുന്ന് GK പഠിച്ചതാണ്. കാരണം ഇവർക്ക് സാമ്പത്തിക ശാസ്ത്രത്തിലൊന്നും ഇവർക്ക് വലിയ അഗ്രഗണ്യരൊന്നുമല്ല. മിക്ക ആളുകളും സാമ്പത്തികത്തിൽ വീക്കായിരിക്കും. പിന്നെ ഇവർ പിടിച്ചു നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിരിയുമ്പം കുറച്ച് പൈസ കിട്ടും. ഈ പൈസ കണ്ടിട്ടാണ് ജീവിക്കുന്നത്. അതിൽ തന്നെ സാമ്പത്തികം ഒട്ടും നോക്കാൻ അറിഞ്ഞുകൂടാത്ത കുറേ ടീമുകൾ എന്ത് ചെയ്യും? ഇതിൽ നിന്ന് തന്നെ PF-ൽ നിന്ന് ലോൺ എടുത്ത് ഞാൻ പറഞ്ഞില്ല, നടുക്കടലിൽ കിടന്ന് കയ്യും കാലിട്ട് അടിക്കുന്ന കുറേ ജന്മങ്ങളാണ് ഈ സർക്കാർ ഉദ്യോഗസ്ഥർ. അപ്പോൾ ഇവരെ നമ്മൾ കുറ്റമല്ല. പിന്നെ അതുപോലെ തന്നെ ഈ കൊടുക്കാൻ ആൾ നിൽക്കുന്ന സമയത്ത് ഇവർ കൈനീട്ടി എന്തായാലും വാങ്ങിക്കും.
അപ്പം ഈ കൈനീട്ടി ഇത് കൊടുക്കാനായിട്ട് പോകുന്ന ആളുകളെ നമ്മൾ കുറ്റം പറയണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഇല്ലീഗാലിറ്റി അവർ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാലാണല്ലോ ഇവർക്കും ഈ സാധനം ചോദിക്കാനൊരു അവസരം ഉണ്ടാകുന്നത്. അപ്പം പ്രധാന പ്രശ്നം നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഒരു പ്രശ്നമാണ്. നമ്മുടെ സിസ്റ്റം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നം വരുന്നില്ല. അതിലൊരു ചെറിയ ഉദാഹരണം പറയാം. മുമ്പ് ഉമ്മൻചാണ്ടി ഇങ്ങനെ ജസ്റ്റ് ജനസമ്പർക്ക പരിപാടികളൊക്കെ വയ്ക്കും. ജനസമ്പർക്ക പരിപാടികളൊക്കെ വെച്ചിട്ട് മിക്ക ആളുകൾക്കും സ്പോട്ടിൽ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. യഥാർത്ഥത്തിൽ ഒരു മുഖ്യമന്ത്രി ചെയ്യേണ്ട, ഇപ്പോൾ വില്ലേജ് ഓഫീസർ എന്തെങ്കിലും ഒരു ഫയൽ അവിടെ കമത്തി വെച്ചേക്കുന്നതാണെങ്കിൽ അത് ക്ലിയർ ചെയ്യേണ്ടത് മുഖ്യമന്ത്രിയുടെ ജോലിയല്ല. ആ സിസ്റ്റം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഉമ്മൻചാണ്ടി സാറിന് വന്നിട്ട് ഇങ്ങനെ ഒരു വലിയൊരു രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഒരു സ്ഥലത്ത് നിന്ന് 10,000 ജനങ്ങളുടെ നടുക്ക് നിന്ന് ഫയലുകൾ ഒപ്പിടേണ്ട ആവശ്യമൊന്നുമില്ല. കൃത്യമായിട്ട് ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ആളുകൾ അവിടെ ക്യൂ നിൽക്കേണ്ട വരുത്തവുമില്ല. ആളുകളിങ്ങനെ മനസ്സിലായ കുറേ പേർക്ക് പാർട്ടിക്കാർക്ക് രാഷ്ട്രീയപരമായിട്ട് അതൊരു ഇതാണ്. 10 പേരോട് പറയാം, ഉമ്മൻചാണ്ടി ജനങ്ങളുടെ ഇടയിലോട്ട് നേരിട്ട് ഇറങ്ങിച്ചെന്ന് കാര്യങ്ങൾ നടത്തുന്നു. ഞാനിത് പറയുമ്പോഴും ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടി ചക്കര പാർട്ടിയാണെന്നുള്ള ഒരു കൺസെപ്റ്റും എനിക്കില്ല. എല്ലാം കള്ളന്മാരാണ്. എന്നാൽ പോലും ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ സിസ്റ്റം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ. അതുപോലെ തന്നെ മുൻപ് പിടിച്ച ആളുകളുണ്ട്. ഇപ്പോൾ ഈ കൈക്കൂലി ഓഫീസുകൾ, ഈ മുൻപ് പിടിച്ച ആളുകളുടെ ഹിസ്റ്ററി ഈ പുറകെ വരുന്ന ആൾ കാണിയാം. ജസ്റ്റ് പിടിച്ചു, 6 മാസം അല്ല 2 മാസം സസ്പെൻഷൻ. നല്ല ഇവർക്കല്ല, ഞാൻ പറഞ്ഞില്ലേ, എല്ലാ മേഖലയിലും ഉദ്യോഗസ്ഥരുമായിട്ട് ഉള്ളത് കൊണ്ട് ഇവരെല്ലാം ഒരു പ്രശ്നം വരുമ്പോൾ അങ്ങ് ഒത്തൊരുമിച്ച് ഇവർ കാര്യങ്ങളെല്ലാം സോർട്ട് ഔട്ട് ചെയ്യും. അപ്പോൾ ഈ 2 മാസം കഴിഞ്ഞ് ഇവൻ തിരിച്ച് വീണ്ടും ജോലിയിൽ കയറുന്നു, പഴയ പോലെ വീണ്ടും ആക്റ്റീവ് ആവുന്നു. കാരണം അന്നത്തെ ഒരു 2 ദിവസം ന്യൂസിൽ ഓടുന്നതേ ഉള്ളൂ. പിന്നെ ഈ പത്രക്കാർ ഇതിൻ്റെ മേളിൽ ഇതിൻ്റെ ബാക്കപ്പ് എന്താണെന്ന് അവരും തേടി നടക്കുന്നില്ല. അപ്പം പുതിയ വരുന്ന ആളും മനസ്സിലായ നമ്മുടെ മുമ്പത്തെ ഇരുന്ന അങ്കിള് നല്ല രീതിയിൽ വാങ്ങിച്ചിട്ടുണ്ട്, അങ്കിള് നല്ല കൊട്ടാരം വെച്ചിട്ടുണ്ട്. ഇത് പുതിയ കയറി വരുന്ന ആൾക്കൊരു ഇൻസ്പിറേഷനാണ്. കാരണം ചില ആൾക്കാർ പറയും, ഞാൻ ഇന്ന സ്ഥലത്ത് ഇരുന്ന് ജോലി ചെയ്തിട്ടാണ് ആ ഇന്ന കെട്ടിടം വെച്ചത്, അല്ലെ ഇന്ന കൈക്കൂലി പണം കൊണ്ടാണ്. ഇത് അഭിമാനത്തോടാണ് ഇവർ പറയുന്നത്. അപ്പം പുതിയതായിട്ട് വരുന്ന പിള്ളേർക്ക് ഈ സാധനം ഒരു മോട്ടീവാണ്. അയ്യോ ഞാൻ മേടിച്ചില്ലേ ഞാൻ ഒറ്റപ്പെടും. ചില ഓഫീസുകളിലുണ്ട് ഈ സാധനം മേടിച്ചില്ലേ ഒറ്റപ്പെടുത്തി അവന് പണി കൊടുക്കുകയും ചെയ്യും. അവന് സെക്ഷൻ മാറ്റി ഏതെങ്കിലും തലവേദന പിടിച്ചുള്ള സെക്ഷൻ ഇടും. കാരണം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാണ്. കാരണം ഒരുത്തൻ മേടിക്കാതിരിക്കുമ്പോഴത്തേക്ക് ഇവൻ വഴി പണി കിട്ടുമോ? കാരണം ഇവരെ ആ ട്രാക്കിലോട്ട് ഇവരെത്തിക്കും. അപ്പം അതും ചില നിർബന്ധിത. പിന്നെ ഈ പൈസ ഇല്ലേ കിട്ടുമ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമം വരുമോ, പുളിക്കുമോ, അവർ കൈ നീട്ടി മേടിക്കും. കാരണം ആവശ്യങ്ങൾ ഇങ്ങനെ മാല കാണ്ടം കണക്ക് കിടക്കുകയില്ലേ. അപ്പം ഇവർ പൈസ മേടിച്ചു പോകും. പിന്നെ ശക്തമായ നിയമങ്ങളായിട്ട് ഗവൺമെൻറ് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ പിടിച്ചവൻ്റെ അണ്ടകടാഹം തുരന്നെടുത്ത് അതിൽ വിശദമായ പരിശോധന നടക്കുകയാണെങ്കിലും ഈ പറയുന്ന പരിപാടികളോ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രശ്നങ്ങളോ ഒന്നും വരുത്തില്ല. കാരണം എന്തുവാ, കൃത്യമായിട്ട് അതിന് പരിഹാരം കാണും. ഇത് പിടിക്കുന്നവനെ 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് അവനെ ഇറക്കി വിട്ട് അവൻ അടുത്തതിൽ ചിലപ്പം പ്രമോഷനായിട്ടായിരിക്കും അടുത്ത സെക്ഷനിലോട്ട് പോകുന്നത്. അപ്പം മറ്റുള്ളവർക്ക് ഒരു ബൂസ്റ്റല്ലേ, ഇൻഡസ്ട്രിക്ക് വരുന്ന ഇൻഡസ്ട്രിയിലൊരു ബൂസ്റ്റാണ്. മനസ്സിലായ പറയുന്നത്, വേല കറക്റ്റായി പാത്താൽ നമുക്ക് എന്ന് പറയുന്ന പോലെ ഇവർ അപ്പം ബാക്കിലുള്ള ആളുകൾക്ക് കൂടുതൽ മോട്ടിവേഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കൈക്കൂലി കൊടുക്കുന്നതും വാങ്ങുന്നതും തെറ്റാണ്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇനി മണ്ടന്മാരായിട്ടുള്ള മറ്റ് സാധാരണക്കാരോട് പറയുകയാണ്, നിങ്ങളുടെ അടുത്ത് ഒരുത്തൻ ഫോഴ്സ് ചെയ്തൊരു സാധനം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാൻ ധൈര്യം വേണം, പോടാ മയിരെ, അല്ലെങ്കിൽ നീ ചെയ്തു തന്നില്ലെങ്കിൽ ഓക്കെ, ബാക്കി അതിൻ്റെ മേളിൽ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടല്ലോ, അതിൻ്റെ മേളിൽ ഹെഡുകളുണ്ടല്ലോ, ഞങ്ങൾ പോയി സംസാരിച്ചോളാം. അല്ലെ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു FIR ഇടുക, ഇവനിങ്ങനെ ചോദിച്ചു, അല്ലെ ഇവൻ്റെ പേരിലൊരു കേസ് ഫയൽ ചെയ്യുക. ഇങ്ങനെ ഒരു പബ്ലിക് ഇങ്ങനെ രീതിയിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടി മാറ്റം വരും. ഇപ്പോൾ ഈ വിജിലൻസ് പിടിക്കുന്ന കേസുകളൊക്കെ നിങ്ങൾ നോക്കിയാൽ 1 ആഴ്ച 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് അത് ആശുപൂഷിതായിരിക്കും. മനസ്സിലായ അതിൻ്റെ മേളിലൊന്നും വലിയ നടപടികളില്ലെങ്കിൽ ഇത് വളർന്നു വരത്തേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു വൈറസ് പോയല്ല. ഇത് ഫുള്ള് തുടച്ച് നീക്കാൻ പറ്റത്തില്ല. ഏതെങ്കിലും ഒരു സൈഡിൽ ഒരെണ്ണം കടന്നാൽ അത് വീണ്ടും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കയറും. പിന്നെ അതുപോലെ തന്നെ ഗവൺമെൻറ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എന്തായാലും ഇവർ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ചില ടാർജറ്റുകൾ കൊടുക്കുക, വർക്ക് ടാർജറ്റുകൾ. ഈ ടാർജറ്റുകൾ അച്ചീവ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള എന്തെങ്കിലും ഒരു ബോണസ് അവർക്ക് കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പം ഇവർക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു ഇൻസെൻറ്റീവ് കിട്ടുമ്പോൾ വർക്ക് ചെയ്യാനായിട്ടുള്ള, ഇപ്പം ബിവറേജ് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഇത്ര ഇത് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ചെറിയ രീതിയിലുണ്ട്. അപ്പം ഇത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സന്തോഷം. പറഞ്ഞില്ലേ, എവിടെന്നെങ്കിലും ഒരു വരുമാനം കിട്ടുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവരെ സംബന്ധിച്ച് മറ്റ് അനാവശ്യമായിട്ട്, അല്ലെങ്കിൽ പിന്നെ ഈ
1960 ഒക്കെ KSR റൂൾ ഒന്ന് പരിഷ്കരിക്കണം. കുറച്ചുകൂടി അവർക്ക് ചെറിയ രീതിയിൽ, കാരണം ജോലിയിൽ ഡിസ്ട്രാക്ഷൻ വരാത്ത രീതിയിലുള്ള ചെറിയ ബിസിനസ്സുകൾ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ട് ഈ ആദ്യം പറഞ്ഞ കുറേ മണ്ടത്തരങ്ങളുണ്ടല്ലോ, നേരെ വന്ന് വീട് വയ്ക്കുക, അങ്ങനെയുള്ള സാധനങ്ങൾ ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ